മുഖ്യമന്ത്രി വി.ഡി. സതീശനെ യൂട്യൂബർ സാജൻ സ്കറിയ സന്ദർശിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. സന്ദർശനത്തിൽ വിമർശനവുമായി കോൺഗ്രസ് വക്താവ് വി.ആർ. അനൂപ് രംഗത്തെത്തി. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എളുപ്പം കയറി ചെല്ലാൻ കഴിയുന്നത് സങ്കടകരമാണെന്ന വി.ആർ. അനൂപിന്റെ പോസ്റ്റ്. പി.എസ്. സാരംഗ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ, ഏതായാലും ഈ സന്ദർശനത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വി.ആർ. അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാവുന്നത്. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എളുപ്പം കയറി ചെല്ലാൻ കഴിയുന്നത് സങ്കടകരമാണെന്നാണ് വി.ആർ. അനൂപിന്റെ പോസ്റ്റ്. സിന്ധൂരി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ തുടരെ ഈ വി.ആർ. അനൂപ് വിമർശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിമർശനങ്ങൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ യൂട്യൂബർ സാജൻ സ്കറിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ടതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വി.ആർ. അനൂപ് ഒരു വിമർശനവുമായി വന്നിട്ടുള്ളത്. അതായത് മുസ്ലിം വിരുദ്ധത പറയുന്നതിൽ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഈ സാജൻ സ്കറിയയെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വളരെ എളുപ്പത്തിൽ കയറി ചെല്ലുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് വി.ആർ. അനൂപ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ള നടപടികളല്ല എന്നുകൂടി വി.ആർ. അനൂപ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി.ആർ. അനൂപ് ഈ കുറിപ്പ് എഴുതി ഇട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെയും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഈ നടപടികൾക്കെതിരെയും ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വക്താവ് കൂടിയായിട്ടുള്ള വി.ആർ. അനൂപ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇതിനു മുൻപും വിമർശിച്ചിട്ടുണ്ട്. ഈ കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലിയായിട്ടുള്ള വി.ആർ. അനൂപിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തുടരെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ നേഴ്സുമാരുടെ, തൃശ്ശൂരിൽ സമരം നടക്കുന്ന നേഴ്സുമാരുടെ പ്രശ്നങ്ങൾ പറയാനാണ് ഈ സാജൻ സ്കറിയ മുഖ്യമന്ത്രിയെ കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ വി.ആർ. അനൂപ് ചോദിക്കുന്നുണ്ട്, ഈ നേഴ്സുമാരുടെ പ്രശ്നം പറയാൻ സർക്കാരിനെ അവതരിപ്പിക്കാൻ എന്തിനാണ് മറ്റൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം വളരെ സങ്കടകരമായെന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയം ആണ് നടന്നതെന്നും എന്നുള്ള വിമർശനമാണ് ഈ പരസ്യമായിട്ട് കോൺഗ്രസിൻ്റെ വക്താവ് കൂടിയായിട്ടുള്ള വി.ആർ. അനൂപ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ആര്യ. ശരി.